آله وصحبه أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العلي العظيم. അഭിവന്യരായ ഉസ്താദുമാരെ, ആദരവുകൾ നിറഞ്ഞ MT അബൂബക്കർ താരിമി ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതരെ, കാരണവരെ, മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആശയം മനസ്സിലാക്കി മരണം വരെ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പ്രബോധനം ചെയ്തത് തൗഹീദാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചക ശൃംഖലയിലെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പ്രബോധനം ചെയ്തത് തൗഹീദാണ്. ശേഷമത് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഏറ്റെടുത്തു. സൂറത്തുൽ അംബിയ 25 വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് വന്ന അമ്പിയാക്കളൊന്നടങ്കം തൗഹീദ് പഠിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. എന്നെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന ആശയമാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് വന്ന സകല അമ്പിയാക്കളും പഠിപ്പിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നൊരാശയം പഠിപ്പിക്കാനാണ് അവരെല്ലാവരും വന്നത്. നിരന്തരം അത് ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് ഹൂദ് 50 അല്ലാഹു പഠിപ്പിക്കുന്നു, വഇലാ ആദിൻ അഖാഹും ഹൂദാ. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് നബി അയച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. സൂറത്ത് ഹൂദിന് ശേഷം സൂറത്ത് ഹൂദ് 61 അല്ലാഹു വീണ്ടും പറയുന്നു, വഇലാ സമൂദ അഖാഹും സാലിഹാ. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നാം അയച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല എന്നൊരാശയം പഠിപ്പിക്കാനാണ് ലോകത്തുള്ള അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷക്കണക്കിന് 1,24,000 അമ്പിയാക്കളെ 313 മുർസലുകളെ ഈ ലോകത്തേക്ക് അയച്ചത് ആ ഒരാശയം പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമായിരുന്നു. അവരൊക്കെ അഭിസംബോധന ചെയ്തത് വ്യത്യസ്ത മുശ്രിക്കുകളെയായിരുന്നു.
ഈ അമ്പിയാക്കളൊക്കെ അഭിസംബോധന ചെയ്തത്, അവരൊക്കെ കടന്നു വന്നത് വ്യത്യസ്ത മുശ്രിക്കുകളിലേക്കായിരുന്നു. ചിലർ ബിംബാരാധകരിലേക്കാണ് വന്നത്, ചിലർ ക്രിസ്ത്യാനികളിലേക്കാണ് വന്നത്, ചിലർ യഹൂദികളിലേക്കാണ് വന്നത്. അല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ ആ രീതിയിൽ ഖുർആൻ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെയും ഖുർആൻ അതുപോലെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിംബാരാധകരെയും ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത മുശ്രിക്കുകളാണ് ഖുർആന്റെ അഭിസംബോധിതരായി മുന്നിലുണ്ടായിരുന്നത്. ഖുർആന്റെ അഭിസംബോധിതരായി മുന്നിലുണ്ടായിരുന്നത് വ്യത്യസ്ത മുശ്രിക്കുകളായിരുന്നു, വ്യത്യസ്ത വിശ്വാസം വെച്ച് പുലർത്തുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രൂപത്തിലായിരുന്നു ഖുർആൻ അവരെ നേരിട്ടിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മന്ത്രം പഠിപ്പിക്കാൻ വന്ന അമ്പിയാക്കൾ, അതിലവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടത് വ്യത്യസ്ത മുശ്രിക്കുകളെയായിരുന്നു. അവരെയൊക്കെ വ്യത്യസ്ത രൂപത്തിലായിരുന്നു നേരിട്ടിരുന്നത്. അതിലൊരു പ്രമുഖ വിഭാഗമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ ബിംബാരാധകർ. അവരെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. യഹൂദികളെ കുറിച്ച് മറ്റനേകം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമായിരുന്നു ഖുർആന്റെ അവതരണങ്ങൾ. മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാൻ കഴിയും. തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസങ്ങളെ ഓരോന്നായിട്ട് ഖുർആൻ പൊളിക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ് 195, 196, 197, 198 ആയത്തുകളിലൂടെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ ഖുർആൻ തരിപ്പണമാക്കുന്നുണ്ട്. ഖുർആൻ ചോദിക്കാൻ, മക്കാ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ചോദിക്കാൻ, അലഹും അർജുലുൻ യംശൂന ബിഹാ, അവർക്ക് കാലുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് നടക്കാൻ കഴിയുമോ? അല്ലേ? ബിംബത്തിന്റെ രൂപത്തിൽ കാലുകളുണ്ട്, പക്ഷേ നടക്കാൻ കഴിയൂല. അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ, അവർക്ക് കൈകളുണ്ട്, പക്ഷേ പിടിക്കാൻ കഴിയുമോ? കഴിയൂല. അം ലഹും അയ്യുനുൻ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, കാണാൻ കഴിയുമോ? അം ലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ യസ്മഊന ബിഹാ, അവർക്ക് കേൾക്കാൻ കഴിയുമോ? അല്ലേ? രൂപത്തിൽ, ബിംബത്തിന്റെ രൂപത്തിൽ കൈകളുണ്ട്, കണ്ണുകളുണ്ട്, കാലുകളുണ്ട്, ചെവികളുണ്ട്, പക്ഷേ പിടിക്കാനോ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിയുന്നില്ല. ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ അവരുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുകയാണ്. അതിനുശേഷം ഖുർആൻ പറയുന്നു, പ്രവാചകരെ അങ്ങ് പറഞ്ഞോളൂ, പ്രവാചകരെ അങ്ങ് പറഞ്ഞോളൂ, നിങ്ങൾ നിങ്ങളുടെ പങ്കുകാരെ വിളിച്ചോളൂ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചോളൂ. മക്കാ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തിട്ട് പുണ്യ റസൂൽ പഠിപ്പിക്കാൻ, ഇവരൊന്നായിട്ട് വന്നിട്ട് എന്നെ കുതന്ത്രം പ്രയോഗിച്ച് നശിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കൂല, നടക്കൂല. കാരണം ഇവർക്ക് രൂപത്തിൽ കണ്ണുകളുണ്ട്, കാണാൻ കഴിയൂല. രൂപത്തിൽ ചെവികളുണ്ട്, കേൾക്കാൻ കഴിയൂല. രൂപത്തിൽ കാലുകളുണ്ട്, നടക്കാൻ കഴിയൂല. രൂപത്തിൽ കൈകളുണ്ട്, പിടിക്കാൻ കഴിയൂല. ഖുർആൻ അഭിസംബോധന ചെയ്ത ഒരു വിഭാഗമാണ് മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ ബിംബാരാധകർ. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ബിംബാരാധകരും. അല്ലേ? ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ ഇവിടെ ഉണ്ട്. കണ്ണുകളുണ്ട്, കാണാൻ കഴിയൂല. കാതുകളുണ്ട്, കേൾക്കാൻ കഴിയൂല. കാലുകളുണ്ട്, നടക്കാൻ കഴിയില്ല. ഇതുപോലെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അറാഫ് 198 ബാക്കി പറയുകയാണ്.
അവരെ ഹിദായത്തിലേക്ക്, അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഉ, കേൾക്കാൻ കഴിയൂല. വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ, അവരിങ്ങനെ നമ്മെ തുറിച്ചു നോക്കുന്നതായിട്ട് നമുക്കിങ്ങനെ അനുഭവപ്പെടും. പക്ഷേ ബിംബങ്ങൾ വഹും ലാ യുബ്സിറൂൻ, നമ്മെ കാണുന്നില്ല, ബിംബങ്ങൾ കാണുന്നില്ല. ഈ രീതിയിൽ ബിംബാരാധകരെ അഭിസംബോധന ചെയ്തിട്ട് അവരുടെ വിശ്വാസങ്ങളെ ഖുർആൻ ഖണ്ഡിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരന്തരം നമുക്ക് ഇവരുടെ വിശ്വാസങ്ങളെ ഖണ്ഡിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ തരത്തിലുള്ള ബിംബാരാധകരിലേക്ക് വന്ന ആയത്തുകൾ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടത്തെ ചില വഹാബികൾ എന്ന പേരുള്ളവർ. മക്കാ മുശ്രിക്കുകളിലേക്ക് ഇറങ്ങിയ, ബിംബാരാധകരിലേക്ക് ഇറങ്ങിയ ആയത്തുകളെ മുസ്ലിങ്ങളിലേക്ക് ആരോപിക്കുകയാണ് ഇവർ. ഇങ്ങനെ ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വിഭാഗത്തെ കുറിച്ച് പറയാണ്, ഖവാരിജ് എന്ന വിഭാഗം ഉണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ബിദ്അഈ വിഭാഗമാണ് ഖവാരിജുകൾ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുന്നു, വകാന ഇബ്നു ഉമർ യറാഹും ശറാറ ഖൽഖില്ല, ഭൂമി ലോകത്തുള്ള ഏറ്റവും എരപ്പന്മാരായിട്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖവാരിജുകളെ മനസ്സിലാക്കിയിരുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലാണ് ഇതുള്ളത്. കാരണം എന്തേ? വഖാല ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ, കുഫാറുകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ, ബിംബാരാധകരിൽ ഇറങ്ങിയ ആയത്തുകൾ, അമുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിയ ആയത്തുകളെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുമേൽ ആരോപിക്കുകയാണ് ചെയ്തത്. ഖവാരിജുകൾ ചെയ്തിരുന്നത് അമുസ്ലിങ്ങൾക്കുമേൽ, കാഫിറുകൾക്കുമേൽ ഇറങ്ങിയ ആയത്തുകൾ എടുത്ത് അത് മുസ്ലിങ്ങൾക്കുമേൽ ആരോപിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതിയും അതല്ലേ? മക്കാ മുശ്രിക്കുകളിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മുഅ്മിനീങ്ങൾക്കുമേൽ കെട്ടിവെക്കുകയാണ്. മക്കാ മുശ്രിക്കുകളിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ ഒരുപാടുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആരോപിക്കുകയാണ്. ഇൻതദഊഹും, സൂറത്തുൽ ഫാത്തിറിൽ മക്കാ മുശ്രിക്കുകളുടെ ബിംബങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഇൻതദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, മക്കാ മുശ്രിക്കുകളെ നിങ്ങൾ ബിംബങ്ങളെ വിളിച്ചാൽ, അല്ലെങ്കിൽ ബിംബത്തെ ആരാധിക്കുന്ന ഏത് വിഭാഗമാണെങ്കിലും അവർ ബിംബങ്ങളെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നില്ല, അവർ വിളി കേൾക്കുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഞാൻ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിംബങ്ങൾക്ക് ജീവൻ കൊടുക്കും. ആ സമയത്ത് അവർ ഇവരെ നിഷേധിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ബിംബാരാധകരിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ എടുത്തിട്ട് അത് മുഅ്മിനീങ്ങൾക്കുമേൽ ആരോപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ മുൻഗാമികൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. മഹാനായ മുത്തബിഉ സുന്നയായ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വകാന യറാഹും ശിറാറ ഖൽഖില്ല, അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ അരപ്പന്മാരായിട്ട് അവരെ കണക്കാക്കിയിരുന്നു. കാരണം പറയുന്നു, ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, കാഫിറുകൾക്കുമേൽ ഇറങ്ങിയ ആയത്തുകൾ എടുത്ത് അത് മുഅ്മിനീങ്ങൾക്കുമേൽ ആരോപിക്കുകയായിരുന്നു ഖവാരിജുകൾ ചെയ്തിരുന്നത്. അതേ ഒരു രീതിയിലാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനവും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്, അമ്പിയാക്കൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നീ വിഭാഗം തൗഹീദിനെ തന്നെ അട്ടിമറിക്കുകയാണ്. വളരെ ഖേദമുണ്ട് നമുക്കതിന്, വളരെ ഖേദമുണ്ട്.
ദുഃഖമുണ്ട്. തൗഹീദ് ഈ വിഭാഗത്തിന് മനസ്സിലായിട്ടില്ല. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാണ് തൗഹീദ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളില്ല എന്നതാണ് തൗഹീദ്. അതിനെ അട്ടിമറിച്ചിട്ട് അഭൗതിക രീതിയിൽ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നൊരർത്ഥം കൽപ്പിക്കുകയാണിവർ. അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അസാധാരണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, എന്താണ് ഈ പറയുന്നതെന്ന് തന്നെ മനസ്സിലാകാത്ത ഭാഷയിൽ തൗഹീദിനെ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല, ആരാധ്യനില്ല എന്ന വിശ്വാസത്തെ ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ ആ തൗഹീദിനെ വികലമായി ചിത്രീകരിക്കുകയാണ് ഇവർ. അഭൗതികമായ രീതിയിൽ സഹായം പ്രതീക്ഷിക്കാൻ അല്ലാഹുവിൽ നിന്ന് തന്നെ പറ്റൂ, മഹാന്മാരിൽ നിന്ന് പറ്റൂല. അങ്ങനെ മഹാന്മാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കൽ ശിർക്കാണ് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാശയം ലോകത്തിനിവരെ കടന്നു വന്ന അമ്പിയാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലെ ഒരായത്ത് കൊണ്ട് പോലും ആ ഒരാശയം തെളിയിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അഭൗതികമായ രീതിയിൽ സഹായം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണെന്ന് ഒരു നബി പോലും പഠിപ്പിച്ചിട്ടില്ല. ഒരായത്ത് പോലും കാണിക്കാൻ കഴിയൂല. ഖുർആനിൽ എവിടെയുള്ളത് ചോദിച്ചാൽ മറുപടിയില്ല. ഒരു ഹദീസിന്റെ തുണ്ടമെങ്കിലും അഭൗതികമായ രീതിയിൽ സഹായം പ്രതീക്ഷിക്കലാണ് ശിർക്ക് എന്നതിന് കാണിക്കാൻ കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ മറ്റൊരാളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കലാണ് ശിർക്കെന്ന വാദം ഒരു പ്രാമാണിക പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലും കാണാൻ കഴിയൂല. സുന്നികളെ മുശ്രിക്കുകളാക്കുക എന്ന ഹിഡൻ അജണ്ട പ്രകാരം മാത്രം തയ്യാറാക്കിയ ഒരു തൗഹീദാണിത്. ഈ തൗഹീദിലാണ് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ആമീൻ. യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആൻ പഠിപ്പിച്ച തൗഹീദിലേക്ക്, വിശുദ്ധ റസൂൽ പഠിപ്പിച്ച തൗഹീദിലേക്ക്, മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ച തൗഹീദിലേക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മറ്റൊരു മാർഗമല്ല. അഭൗതിക രീതിയിൽ മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളത് ഖുർആനുകൊണ്ടും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതല്ലേ. ഞാൻ വളരെ സുദീർഘമായി കടക്കുന്നില്ല, കാരണം മുഖാമുഖ വേദിയാണിത്. ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസ് നമ്പർ 6502 ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയിൽ 6502 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസാണ്, സുദീർഘമായ ഹദീസാണ്. അതിലെ പ്രധാന ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്നിലേക്ക് എന്റെ അടിമടുത്തുകൊണ്ടേയിരിക്കും, ഫറളായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമടുത്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവൻ എന്നിലേക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടെടുത്തുകൊണ്ടിരിക്കും. സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടും ഫർള് നിസ്കാരങ്ങൾ കൊണ്ടും ഫർളായ ഇബാദത്തുകൾ കൊണ്ടുമൊക്കെ, സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ടുമൊക്കെ എന്നിലേക്ക് എന്റെ അടിമ അടുത്തുകൊണ്ടിരിക്കും. അല്ലാഹു പറയുന്നു, ഹത്താ അഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ. അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ, ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും.
അവൻ എന്നോട് ചോദിച്ചാൽ, ആ അടിമ എന്നോട് ചോദിച്ചാൽ, വല്ലാത്തൊരു പദപ്രയോഗമാണ് ഹദീസിലുള്ളത്. ഞാൻ അവന് തീർച്ചയായും നൽകുക തന്നെ ചെയ്യും. അവൻ എന്നോട് കാവലിനെ ചോദിച്ചാൽ ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അഥവാ ഒരടിമ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അയാളുടെ കേൾവിക്ക്, അയാളുടെ കാഴ്ചക്ക്, അവരുടെ നടത്തത്തിന്, അയാളുടെ പിടുത്തത്തിനുമൊക്കെ ഒരു ദൈവികമായ കഴിവ് ലഭിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അല്ലാമ റാസി റഹിമഹുല്ലാഹ് തന്റെ പ്രസിദ്ധമായ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. وكذلك العبد إذا واظب على الطاعات بلغ إلى المقام الذي يقول الله. ഒരടിമ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞ രീതിയിലേക്ക് അവന്റെ സ്വഭാവമായി മാറും. അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആ രീതിയിലായി മാറും. കുന്തു ലഹു സമഅ, അല്ലാഹു പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിന്റെ നൂറ്, അല്ലാഹുവിന്റെ പ്രകാശം. അതൊരടിമയുടെ കേൾവിയായി കഴിഞ്ഞാൽ സമിഅൽ ഖരീബ വൽ ബഈദ്, സമിഅൽ ഖരീബ വൽ ബഈദ്, സമിഅൽ ഖരീബ വൽ ബഈദ്. അടുത്തുള്ളതിനെയും വിദൂരത്തിലുള്ളതിനെയും ഒരുപോലെ അവൻ കേൾക്കും. റേഞ്ചില്ലാതെ കേൾക്കും. അമേരിക്കയിൽ നിന്ന് ഇവിടെ നിന്ന് അവൻക്ക് കേൾക്കാൻ കഴിയും. അഭൗതിക രീതിയിലുള്ള ഒരു സഹായം അവന്റെ കേൾവിക്കു ലഭിക്കുമെന്ന് മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഫൈദ നിർത്തിയിട്ടില്ല ഇമാം റാസി റഹിമഹുല്ലാഹ്. വൈദാ സാറ ദാലിക നൂറു ബസറൻ ലഹു, അവന്റെ കാഴ്ചയായിട്ട് അല്ലാഹുവിന്റെ നൂറ് മാറിക്കഴിഞ്ഞാൽ റഅൽ ഖരീബ വൽ ബഈദ്, റഅൽ ഖരീബ വൽ ബഈദ്, റഅൽ ഖരീബ വൽ ബഈദ്. അടുത്തുള്ളതിനെയും വിദൂരത്തുള്ളതിനെയും ഒരുപോലെ കാണും. وإذا صار ذلك النور يدله قدر على التصرف في الصعب والسهل والبعيد والقريب. ഇമാം റാസി റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ 21-ാം വാള്യം 77-ാം പേജിൽ രേഖപ്പെടുത്തുകയാണ്. അവൻ അല്ലാഹുവിന്റെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി അവന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രയാസഘട്ടങ്ങളിലും ആയാസഘട്ടങ്ങളിലും വിദൂരത്തുള്ളതിലും അടുത്തുള്ളതിലുമൊക്കെ അവൻ ഇടപെടാൻ കഴിയും. ഇതല്ലേ അഭൗതികം എന്ന് പറയുന്നത്, ഇതല്ലേ അസാധാരണം എന്ന് പറയുന്നത്. അസാധാരണ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കഴിവ് കൊടുക്കും, അതിനവർക്ക് കഴിയും. ഇത് സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയും മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് അതിന് വിശദീകരണം നൽകുകയും ചെയ്തതാണ്. ആ രീതിയിലല്ലേ മഹാന്മാർ അവരുടെ കഴിവിനെ മനസ്സിലാക്കിയതും അങ്ങനെ ചോദിച്ചതും. ഒരുപാട് തെളിവുകൾ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ആവശ്യാനുസരണം അതൊക്കെ പറയും. ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഹദീസ് മാത്രം പറഞ്ഞു. മഹാനായ ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. 32,665-ാമത്തെ ഹദീസാണ് മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ മഹാനായ ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയാൻ പോകുന്ന ഹദീസ് സ്വഹീഹാണെന്ന് ഹദീസ് നിധാന ശാസ്ത്രത്തിൽ അഗ്രേസരനായ പണ്ഡിതൻ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദഈകൾ പോലും സ്വീകരിക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ അൽ ബിദായ വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം സ്വഹീഹാണെന്ന്. സംഭവം വിശദീകരിക്കാം. عن أبي صالح عن مالك الدار رضي الله عنهم قال وكان خازن عمر على الطعام. മഹാനായ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. أصاب الناس قحط في زمن عمر رضي الله عنه. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് വല്ലാത്ത ക്ഷാമം പിടിപെട്ടു.
ആ സമയത്ത് പുണ്യ റസൂലിന്റെ ഖബറു ഷരീഫിലേക്ക്, റൗള ഷരീഫിലേക്ക് ഒരാൾ ഓടി വന്നു. ഒരാൾ വന്നു. ആ റജുലാരാണെന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വഹാബിയാണ്. ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി വര്യനാണ്. അങ്ങനെ ഒരാൾ വന്നുകൊണ്ട്, ആ സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പുണ്യ റസൂലിന്റെ റൗള ഷരീഫിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലാഹുവിന്റെ റസൂലേ, വഫാത്തായി പോയ റസൂലിന്റെ റൗള ഷരീഫിലേക്ക് വന്നിട്ട് പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മത്ത് നാശത്തിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അങ്ങ് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ മഴയെ തേടി പ്രാർത്ഥിക്കണം പ്രവാചകരെ. അങ്ങനെ പുണ്യ റസൂലിന്റെ ഖബറു ഷരീഫിൽ വന്ന് പറഞ്ഞു, ഫഅതർ റജുല ഫിൽ മനാം. ഈ സമയത്ത് ആ വ്യക്തി ഉറങ്ങിപ്പോവുകയും പുണ്യ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് സലാം പറയണം. സ്വപ്നത്തിൽ പുണ്യ റസൂൽ വന്നിട്ട് പറയാൻ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടാൽ അവൻ എന്നെ തന്നെ കണ്ടിരിക്കുന്നു. സ്വപ്നത്തിൽ വന്നിട്ട് പറയാൻ, നീ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി സലാം പറയണം, ഭരണകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറയണം. മാത്രല്ല, മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം. ഇത് കേട്ട ഫഅതാ ഉമറ ഫഅഖ്ബറഹു ഫബകാ. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു ഈ വാർത്ത കേട്ടപ്പോ. ഈ സഹാബിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. സുമ്മ ഖാല യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻ. അല്ലാഹുവേ, എന്റെ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് അതിന്റെ ഏതറ്റം വരെ പോകാനും സന്നദ്ധനാണ്. എന്റെ ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും ഞാൻ വരുത്തൂല്ല എന്ന് അവിടെ നിന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. ഈ വന്ന സ്വഹാബി വര്യൻ പുണ്യ റസൂലിന്റെ റൗള ഷരീഫിലേക്ക് വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു എന്ന് പറഞ്ഞു. അല്ലേ, ഇത് ശിർക്കാണോ? അല്ലല്ലോ, ഇത് ശിർക്കാണെന്ന് ലോകത്ത് ഇതുവരെ വന്ന പണ്ഡിതന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഈ ഹദീസ് സംഭവം സ്വഹീഹാൻ, ഈ ഹദീസ് സ്വഹീഹാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഈ ഹദീസിന്റെ മത്നിനെ കുറിച്ച്, ഈ ഹദീസിനെ കുറിച്ച് ഒരാരോപണവും ഒരു പ്രാമാണിക പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇവിടെ നിർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് മഹാന്മാരായ അമ്പിയാക്കളും മുർസലുകളും ലോകത്ത് വന്ന പണ്ഡിതന്മാരും വന്നിട്ടുള്ളത്. അവർ വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത സമയത്ത്, വ്യത്യസ്ത സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അവരോട് സംവദിച്ചിട്ടുണ്ട്. ഖുർആനും അതുപോലെ വ്യത്യസ്ത സമൂഹങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാന വിഭാഗമാണ് മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ ബിംബാരാധകർ. അവർക്കിറങ്ങിയ ആയത്തുകളെ മുസ്ലിങ്ങൾക്ക് മേൽ ആരോപിക്കുന്ന വൃത്തികെട്ട വഴിയാണ്, നീചമായ കൃത്യമാണ് ഇവിടെയുള്ള ചില വഹാബികൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദിന്റെ വചനം. ആ തൗഹീദിലേക്ക് അഭൗതിക രീതിയിലുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന അബദ്ധജടിലമായ വാദത്തിൽ നിന്ന് തിരിച്ചു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാനുള്ള സൗഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമങ്ങളെ സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.